ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ചെറുപുഴ യൂണിറ്റ് 14ാമത് സമ്മേളനം നടന്നു. കാക്കയംചാൽ ജേക്കബ് മാണി നഗറിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് എം ശശി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV അഭിലാഷ് അധ്യക്ഷനായി. MP സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. AK അജിത്, റമീസ്, T രാജീവൻ, NV രതീഷ്, TP ലിനു, MP മുഹമ്മദ് കുഞ്ഞി, PP സുധീഷ്, NK സോമൻ, മെജോ വർഗീസ്, PP കിഷോർ കുമാർ, TJ മോഹനൻ, ഹരിപത്മനാഭൻ, K ഹരീഷ്, പ്രസാദ് കുമാർ, AT അശ്വിൻ, P ലൈജു എന്നിവർ സംസാരിച്ചു. പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ സർക്കാരിൽ നിന്നുള്ള ഒരു ക്ഷേമനിധി, ആ ക്ഷേമനിധിക്ക് വേണ്ടി നമ്മൾ ഏത് സമരത്തിനും ഏത് രീതിയിലുള്ള പോരാട്ടത്തിനും ഈ പ്രസ്ഥാനം തയ്യാറാകും. കാരണം നമുക്ക് നമ്മുടെ മെമ്പർമാരെ ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ, നമ്മുടെ മെമ്പർമാരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ആ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഈ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ സമരത്തിലും നിങ്ങളുടെയും പിന്തുണ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുമാതിരി തന്നെ ഈ സർക്കാർ തുടങ്ങി വെച്ച മറ്റൊരു സംവിധാനമാണ് പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്റർ. പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രസ്ഥാനം 14 ജില്ലകളിലെ ജില്ലാ ആസ്ഥാനത്ത് കുത്തിയിരിപ്പ് സമരം, ധർണാ സമരം നടത്തി. ആ ധർണാ സമരത്തിന്റെ മുന്നോടിയായിട്ട് അടുത്ത സമരം നമ്മൾ നടത്തിയില്ല. കാരണം നമ്മൾ ഇതിനെ ഏത് രീതിയിൽ നോക്കിക്കണ്ടു, ഇതിനെ ഓരോ പഞ്ചായത്ത് അംഗങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട്, ഓരോ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബോധവൽക്കരിച്ചുകൊണ്ട്, മന്ത്രിമാർക്ക് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്ത് നടത്തി. അതിന്റെ ഫലമായി ഇന്ന് തുടങ്ങിയ 5ഓ 10ഓ ഫെസിലിറ്റേഷൻ സെന്റർ നമുക്ക് കൂട്ടിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായി. ഇന്ന് നമ്മുടെ മെമ്പർമാർ വളരെ ധീരമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അതിന്ന് ഒരു സ്ഥലത്തും നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുമാതിരി തന്നെയാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത്. ആ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചപ്പോഴും നമ്മൾ ഇതേ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോയി. സർക്കാരിന് ആദ്യമൊന്നും മുട്ടുമടക്കേണ്ടി വന്നില്ല. സർക്കാർ മുന്നോട്ട് പോയി, നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു, പഞ്ചായത്തിൻ്റെ ഉള്ള മെമ്പർമാരെ ബോധവൽക്കരിച്ചു. അവസാനം ജനങ്ങളുടെ ഇടയിൽ അതൊരു ചർച്ചയായി വന്നപ്പോൾ അത് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടായി എന്ന് ഗവൺമെന്റിന് തോന്നിയപ്പോൾ അതും പകുതിയായി കുറയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം. പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ. നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും. കുറഞ്ഞ പണിക്കൂലിയിൽ 100% ഹോൾ മാർക്കറ്റ് സ്വർണം. എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ. വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.